പക്ഷേ ഈ അഹങ്കാരത്തിന് ഒരു മിനിറ്റ് പോലും ആയുസില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരെ നോക്കിയടാ, ഇത് കൊള്ളാമല്ലോ, എന്നോട് ചോദ്യം ചോദിക്കാൻ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ചോദിച്ചോളാം. ആ സ്ത്രീ പറഞ്ഞു, സാറേ, ഭാര്യ തലവേദന എടുത്ത് കിടക്കുക, ഭർത്താവ് കയറി വരുന്നു, എന്താടി കിടക്കുന്നെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി, സംഭവം പറയാനല്ല ഞാൻ പറഞ്ഞത്, സംശയം ചോദിക്കാനാണ്. അപ്പൊ എന്നോട് പറയാം, പിടയ്ക്കാതെ ഇവിടെ ഇരിക്കാൻ. അവർക്ക് വിദ്യാഭ്യാസം കുറവായണോ, ഞാൻ പിടയ്ക്കാതെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അനങ്ങിയിട്ടില്ല, പിന്നെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല, ഞാൻ കൈയും കെട്ടി ഇരിക്കുക. അപ്പൊ അവരെന്നോട് ചോദിക്കുക, സാർ ഞാനിവിടെ നിർത്തിയത്, ഞാൻ അത് പറഞ്ഞു കൊടുക്കണേ. അവൻ തലവേദന എടുത്ത് കിടക്കുക എന്ന് പറഞ്ഞു. അവൻ ഭർത്താവ് ചോദിച്ചു, തലവേദന എടുത്ത് കിടക്കുക. ആ ഭർത്താവ് വിക്സ് വരട്ടി കൊടുക്കുന്നു. ഓക്കെ, ഞാൻ മിണ്ടുന്നില്ല, ഞാൻ ചൂണ്ടിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. ഭാര്യയുടെ തലവേദന കുറയുന്നു. ഭാര്യയുടെ തലവേദന കുറഞ്ഞത് വിക്സ് പുരട്ടിയത് കൊണ്ടാണോ, ഭർത്താവ് വിക്സ് പുരട്ടി കൊടുത്തത് കൊണ്ടാണ്? ഓ എന്റെ അപ്പോ, ഇത്ര കഠിനമായ ഒരു സംശയം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുക. ഇതിന് എന്നാ മറുപടി പറയാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പറ, നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറ. ഒരു സ്ത്രീ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സാറേ വിക്സ് പുരട്ടുകയൊന്നും വേണ്ട, വെറുതെ വിരലൊടിച്ചാൽ തലവേദന കുറയും. നേരോ കള്ളോ? സ്ത്രീകൾ ഉത്തരം പറ. കണ്ടോ, കേട്ടോണം പുരുഷന്മാരെ, ഞാൻ അടക്കമുള്ളവർ കേട്ടോണം. അവര് പറയുന്നത് വിക്സ് ഒന്നും വേണ്ട, വെറുതെ വിരൽ ഓടിച്ചാൽ തലവേദന കുറയും. അതിന് പകരം ശവം, നാശം. ഓ, ഇതിനെ കെട്ടിയ അന്ന് തുടങ്ങിയ തലവേദനയാണ്, ഒരു സമാധാനവും ഇല്ല എന്ന് പറഞ്ഞാൽ തലവേദന കൂടുവോ? കൂടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വളർത്തിയാൽ വളരുന്നതും തളർത്തിയാൽ തളരുന്നതുമാണ് ദാമ്പത്യ സ്നേഹം. ഇപ്പം മനസ്സിലായോ? വളർത്തിയാൽ വളരും, തളർത്തിയാൽ തളരും. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായ നമ്മൾ തീരുമാനിക്കേണ്ടത്, എന്റെ ഭവനത്തിൽ ഞാൻ സ്നേഹം വളർത്തുമെന്നാണ്. അവിടെ ഭാര്യയെ മാത്രം കുറ്റപ്പെടുത്താൻ ഞാനില്ല, ഭർത്താവിനെ മാത്രം കുറ്റപ്പെടുത്തുവാനും ഞാനില്ല. എന്റെ ഭവനത്തിൽ സ്നേഹം തളിർക്കണമെന്ന നിർബന്ധം എനിക്കുണ്ടാകണം, എന്റെ ഭാര്യയ്ക്കുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളർത്തിയാൽ വളരുന്നതും തളർത്തിയാൽ തളരുന്നതുമാണ് സ്നേഹമെന്ന്. രണ്ടാമതായി, ദാമ്പത്യ സ്നേഹം മരണം വരെ നിലനിൽക്കുന്നതും വിശ്വസ്തത നിറഞ്ഞതുമാണ്. മരണം വരെ നിലനിൽക്കുന്നു, വിശ്വസ്തത നിറഞ്ഞതാണ്. ദാമ്പത്യത്തിൽ